അടൂർ കോട്ടമുകളിലെ വീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമല്ല, ആത്മഹത്യ തന്നെയെന്ന് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടം പരിശോധനയിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ നിഗമനത്തിൽ എത്തിയത്. അടൂർ കണ്ണങ്കോട് കോട്ടമുകൾ ഷിനാസ് മൻസിലിൽ ഷഹാനയെയാണ് കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ വീട്ടിലെ സ്റ്റെയർകേസിന്റെ കൈവരിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ യുവതിക്കൊപ്പമുണ്ടായിരുന്ന ഏഴംകുളം സ്വദേശിയായ ആൺ സുഹൃത്ത് അരുണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അരുൺ ഷഹാനയെ കൊലപ്പെടുത്തിയതാണെന്നും കുടുംബവും നാട്ടുകാരും ശക്തമായി ആരോപിച്ചിരുന്നു. സംഭവം നടക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് വലിയ രീതിയിലുള്ള ബഹളവും തർക്കവും കേട്ടിരുന്നതായി അയൽവാസികൾ മൊഴി നൽകിയിരുന്നു. ബഹളം കേട്ട് സംശയം തോന്നിയ നാട്ടുകാർ നഗരസഭാ കൗൺസിലറെ വിവരം അറിയിക്കുകയും കൗൺസിലർ എത്തി കതക് തുറക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. കൗൺസിലർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അരുൺ വാതിൽ തുറന്ന് അകത്തുകയറി നോക്കിയപ്പോഴാണ് ഷഹാനയെ സ്റ്റെയർകേസിൽ തൂങ്ങിയ നിലയിൽ കണ്ടത്. ഈ സമയത്ത് അരുണിന്റെ മുഖത്തും ശരീരത്തിലും മാന്തിപ്പറിച്ചതിന്റെ ആഴത്തിലുള്ള മുറിവുകളും രക്തക്കറയും ഉണ്ടായിരുന്നു. കൂടാതെ വീടിന്റെ നിലത്തും കോണിപ്പടികളിലും രക്തപ്പാടുകൾ കണ്ടെത്തിയത് നാട്ടുകാരിൽ വലിയ സംശയത്തിന് വഴിവെച്ചു. ഇതോടെയാണ് സംഭവം കൊലപാതകമാണെന്ന് കുടുംബവും നാട്ടുകാരും ആരോപിച്ചത്. എന്നാൽ കസ്റ്റഡിയിലുള്ള അരുണിനെ വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത്. മരണത്തിന് തൊട്ടു മുമ്പ് ഇരുവരും തമ്മിൽ കടുത്ത വാക്കുതർക്കവും കയ്യാങ്കളിയും നടന്നിരുന്നതായി അരുൺ സമ്മതിച്ചു. പരസ്പരം ആക്രമിച്ചതിലൂടെയാണ് അരുണിന്റെ ശരീരത്തിൽ മുറിവുകൾ ഏറ്റതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. ഷാൾ കഴുത്തിൽ കുരുക്കി സ്റ്റെയർകേസിന്റെ പടിയിൽ നിന്ന് ഷഹാന പെട്ടെന്ന് താഴേക്ക് ചാടുകയായിരുന്നുവെന്നും തടയാൻ ശ്രമിച്ചെങ്കിലും രക്ഷിക്കാനായില്ലെന്നാണ് അരുൺ പോലീസിന് നൽകിയ മൊഴി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും തൂങ്ങി മരണത്തിന്റെ ലക്ഷണങ്ങളാണ് ഉള്ളത്. ഇരുവരും തമ്മിലുണ്ടായ കടുത്ത വഴക്കാണ് യുവതിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിൽ അരുണിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനാണ് പോലീസിന്റെ നീക്കം. ഏഴംകുളം KSEB ഓഫീസിലെ താൽക്കാലിക ഡ്രൈവറാണ് അരുൺ. ഒരു സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരിയാണ് മരിച്ച ഷഹന. താനുമായി അടിയുണ്ടായതിന് പിന്നാലെ ഷഹന ജീവനൊടുക്കിയെന്നാണ് അരുണിന്റെ മൊഴി. താൻ മുഖത്തടിച്ചെന്നാണ് യുവാവ് നൽകിയിരിക്കുന്ന മൊഴി. വീട്ടിൽ നിന്ന് ബഹളം കേട്ട് നാട്ടുകാർ എത്തിയപ്പോൾ ഷഹനയെ മരിച്ച നിലയിൽ കാണുകയായിരുന്നു. ശരീരത്തിൽ നിന്ന് ചോരയൊലിക്കുന്ന നിലയിലായിരുന്നു സുഹൃത്ത് അരുൺ ഉണ്ടായിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. വീട്ടിലെ നിലത്തും കോണിപ്പടികളിലും രക്തമുണ്ടായിരുന്നു. ഇതോടെയാണ് ഷഹനയുടെ മരണം കൊലപാതകമാണോ എന്ന സംശയം ഉയർന്നത്. വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമാണ് ഷഹന. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു ഇവർ. വിവാഹമോചന കേസ് കോടതിയിൽ നടന്നു വരികയായിരുന്നു. ഷഹനയുടെ വിവാഹത്തിന് മുമ്പ് തന്നെ അരുണുമായി ഇവർക്ക് അടുപ്പമുണ്ടായിരുന്നു. പിന്നീട് യുവതി മറ്റൊരാളെ വിവാഹം കഴിച്ചുപോയി. ഈ വിവാഹത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായതോടെയാണ് യുവതി തിരികെ വീട്ടിലേക്ക് വന്നത്. വിവാഹമോചന കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടെ ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന യുവതി അരുണുമായി വീണ്ടും അടുക്കുകയായിരുന്നു. ഇതിനിടെ അരുണിന്റെ ബന്ധങ്ങളിൽ സംശയം തോന്നിയ യുവതിയുമായി തർക്കങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് യുവാവിന്റെ മൊഴിയിൽ നിന്നുള്ള സൂചന. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആരംഭിച്ചതായി അടൂർ DYSP PVS പ്രദീപ് കുമാർ വ്യക്തമാക്കി. നിലവിൽ യുവാവിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം.